നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഇടുക്കി അരുവിക്കുത്തിലേക്ക് രാസവസ്തുക്കൾ ഒഴുക്കുന്നുവെന്ന പരാതി. ആ പരാതി റിപ്പോർട്ട് ചെയ്യാനെത്തിയ പ്രാദേശിക TV ചാനൽ സംഘം അവർക്കുണ്ടായ ഒരു സംശയം. ഈ സംശയങ്ങളാണ് 2 വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെത്തുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ഒരു പാറയിൽ ബാഗും ഫോണും വസ്ത്രങ്ങളും, ആളെ കാണുന്നില്ല. മലിനജലം ഒഴുക്കുന്നത് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയത് കൊണ്ട് തന്നെ അത് കാണാത്തത് കൊണ്ട് സംഘം മടങ്ങി. പിന്നീട് വൈകിട്ട് 4 മണിയോടെ വീണ്ടും ചാനൽ സംഘം ഇവിടെ എത്തി. അപ്പോഴും ഫോണും മറ്റും അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടതോടെ ഇവർക്ക് സംശയം തോന്നി. തുടർന്നുള്ള അന്വേഷണമാണ് നടുക്കുന്ന ദുരന്തം പുറത്തു കൊണ്ടുവന്നത്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചതും, ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ മരിച്ചു എന്ന് അറിഞ്ഞതും, പുറംലോകം അറിഞ്ഞതും ഇത്തരത്തിലൊരു, അതായത് ചാനൽ സംഘത്തിൻ്റെ ഒരു സംശയം, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ അന്വേഷണത്തിലൂടെയാണ്. എന്തായാലും വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിട്ടുണ്ട്. മരണ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. മുങ്ങി മരണം എന്നാണ് പറയുന്നത്. മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഡോണൽ ഷാജിയുടെ ചുണ്ടിലും ചെവികളിലും കണ്ണിലും മുറിവുകളുണ്ട്. എന്നാൽ ഇത് മീൻ കൊത്തിയതാണ് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാക്കുന്നതെന്നും പോലീസ് പറഞ്ഞു. ശനിയാഴ്ച അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്നു. രാവിലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കഴിഞ്ഞ ദിവസം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് പോയവർക്കാണ് ജീവൻ നഷ്ടമായത്. മുട്ടം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ ഡോണൽ ഷാജി, അക്സ റെജി എന്നിവരാണ് മരിച്ചത്. ഇവർ നടന്നാണ് ഇവിടേക്ക് എത്തിയത് എന്നാണ് പ്രാഥമിക വിവരം. കോളേജിൽ നിന്നും 3 കിലോമീറ്റർ താഴെ മാത്രമേ ഇവിടേക്ക് ദൂരമുണ്ടായിരുന്നുള്ളൂ. കൊല്ലത്തെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്നിറങ്ങിയ അക്സ ഡോണലിനൊപ്പം വെള്ളച്ചാട്ടം കാണാൻ എത്തിയെന്നാണ് സൂചന. അധികം ആളുകൾക്കൊന്നും പരിചിതമല്ലാത്ത വെള്ളച്ചാട്ടമാണ് അരുവിക്കുത്ത്. കാഴ്ചയിൽ മനോഹരമാണ്, പക്ഷേ കയങ്ങൾ നിറഞ്ഞ മേഖലയാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരിടമാണിതെന്നും അതുകൊണ്ട് തന്നെ സന്ദർശകർ ഈ ഒരു മേഖലയിലേക്ക് അധികം എത്തിയിരുന്നില്ല എന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ വിദ്യാർത്ഥികളെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദ്യാർത്ഥികളുടെ ബാഗും ഫോണും മറ്റും കടവിലിരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് വിവരം പോലീസിനെയും അഗ്നിരക്ഷാ സംഘത്തെയും അറിയിച്ചത്. മലങ്കര ഡാമിലേക്ക് ഒഴുകുന്ന തൊടുപുഴയാറിന്റെ കഴിവഴിയാണ് അരുവിക്കുത്ത്. മലങ്കര ഡാമിന് കുറച്ചു മുൻപായി തൊടുപുഴ മൂലമറ്റം റോഡിൽ നിന്നും ഉള്ളിലേക്കുള്ള ഒരു ചെറിയ മൺപാതയിലൂടെ ഡോണലും അക്സയും ഇവിടെ എത്തിയെന്നാണ് വിവരം. വെള്ളം കുത്തിയൊഴുകി രൂപപ്പെട്ട കുഴികളും കിടങ്ങുകളും ഉള്ളതിനാൽ ഇവിടെ ഇറങ്ങുന്നത് അപകടമാണ്. ഇക്കാര്യം സൂചിപ്പിക്കുന്ന ബോർഡുകൾ ഇവിടെയില്ല. മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന ആരോപണവും നാട്ടുകാർ ഉന്നയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ മുട്ടം പോലീസ് അപകട മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. കൊല്ലത്തുള്ള വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്നും രാവിലെ ഇറങ്ങിയത്. രാവിലെ മുതൽ ഇവരെ കാണാനില്ല എന്ന് സഹപാഠികൾ പറഞ്ഞിരുന്നു. വെള്ളച്ചാട്ടത്തിന് സമീപം ഇരുവരുടെയും വസ്ത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. കുളിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് എന്നാണ് സൂചന. ഇവിടെ കുളിക്കാനെത്തിയ പ്രദേശവാസികൾ ഇവരുടെ ഫോൺ കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് അപകട വിവരം അറിയുന്നത്. വെള്ളച്ചാട്ടത്തിലെ കയത്തിൽ നിന്നാണ് ഡോണൽ ഷാജിയെ നാട്ടുകാർ കണ്ടെത്തിയത്. തുടർന്ന് അഗ്നിശമന സേനയും പോലീസും സംഭവ സ്ഥലത്തെത്തി. കയത്തിൽ 50 മീറ്റർ താഴെ നാട്ടുകാരുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തിയപ്പോഴാണ് കൂടെയുണ്ടായിരുന്ന അക്സയെ കണ്ടെത്താനായത്.